രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം-1 വിക്ഷേപിച്ചിരിക്കുകയാണ്. ശ്രീഹരിക്കോട്ടയിലെ ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഒന്നാം ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. മിഷൻ ആഗമൻ എന്നാണ് ഈ ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത്. റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുമ്പ് കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരുന്നു. 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് കൗണ്ട് ഡൗൺ നിർത്തിയത്. മുൻകരുതൽ നടപടി എന്നായിരുന്നു സ്കൈറൂട്ട് വിശദീകരണം നൽകിയത്. ഇൻഡസ്പേസിന്റെ പിന്തുണയോടെയാണ് വിക്ഷേപണം നടന്നത്. പൂർണ്ണമായി കര ഇന്ധനം ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് വിക്രം-1. 22 മീറ്റർ ഉയരമുള്ള റോക്കറ്റിന്റെ താഴ്ന്ന ഭൂഭ്രമണപഥത്തിലേക്ക് 350 കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം. ആദ്യ ദൗത്യത്തിൽ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ എത്താനാണ് റോക്കറ്റ് ലക്ഷ്യമിടുന്നത്. ആദ്യ പരീക്ഷണ ദൗത്യമായതിനാൽ വലിയ ഉപകരണങ്ങളൊന്നും ഇത്തവണ അയക്കുന്നില്ല. 15 മിനിറ്റും 46 സെക്കൻഡും കൊണ്ട് ദൗത്യം പൂർത്തിയാകും. 4 പ്രധാന പേലോഡുകളാണ് ദൗത്യത്തിലുള്ളത്. ബംഗളൂരു ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് ഗ്രഹ സ്പേസിന്റെ സോളാറൻസ് S3, മറ്റൊരു സ്റ്റാർട്ടപ്പ് കോസ്മോസർവ് സ്പേസിന്റെ എംബ്രോസ് എന്ന ബഹിരാകാശ റോബോക്കായി, സ്കൈറൂട്ടിന്റെ സ്വന്തം സ്കോപ്പ് സ്റ്റാറ്റ് എന്നിവയാണ് അതിൽ പ്രധാനികൾ. ജർമ്മൻ കമ്പനി DBQ സ്പേസിന്റെ ചെറു സാങ്കേതിക വിദ്യാ പരീക്ഷണവും ദൗത്യത്തിന്റെ ഒരു ഭാഗമാണ്. അതിനു പുറമെ വിക്രം സാരാഭായിയുടെയും CV റാമിന്റെയും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയും ഇത്തിരി കുഞ്ഞൻ പ്രതിമകളും ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ട്. ഒരു അരിമണിയേക്കാൾ ചെറുതാണ് ഈ ശില്പങ്ങൾ. അതായത് 3 പേരുടെ ശില്പങ്ങളാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ലാബ് നിർമ്മിത ഡയമണ്ട് ആഭരണവും പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം ആശംസാ കാർഡുകളും കൂടി റോക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ അമേരിക്കയും ചൈനയ്ക്കും ശേഷം ഭ്രമണപഥത്തിലേക്ക് റോക്കറ്റ് എത്തിക്കാൻ ശേഷിയുള്ള സ്വകാര്യ കമ്പനിയുള്ള ലോകത്തിലെ 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായ വിക്രം സാരാഭായിയുടെ പേര് നൽകിയിട്ടുള്ള വിക്രം-1 റോക്കറ്റ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള ISROയുടെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് നിശ്ചയിച്ചിരുന്ന വിക്ഷേപണത്തിന് തൊട്ടു മുമ്പ് ശക്തിക തകരാർ മൂലം ഇത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1ന്റെ മിഷൻ ആഗമൻ ദൗത്യത്തിന്റെ കൗണ്ട് ഡൗൺ ആണ് നിർത്തിവെച്ചത്. വിക്ഷേപണത്തിന് തൊട്ടു മുമ്പ് റോക്കറ്റിലുണ്ടായ ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ അത് ഇന്റേണൽ ഹോൾ പ്രഖ്യാപിക്കുകയായിരുന്നു. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് ഈ ചരിത്ര ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഈ ആദ്യം തന്നെ 11:30ക്കാണ് വിക്ഷേപണം നടത്തുന്നു എന്നാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ കൗണ്ട് ഡൗൺ തീരാറായപ്പോൾ തന്നെയാണ് ഇത് ഇന്റേണൽ ഹോൾഡ് എന്ന് പറഞ്ഞ ISRO തന്നെ അത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചെറിയ സാങ്കേതിക തകരാറാണെന്ന് ISRO തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ISRO ജീവനക്കാർക്കിടയിൽ ഉണ്ടായി. കാരണം PSLV അടക്കം വിക്ഷേപണ സമയത്ത് അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ അവരുടെ വിക്ഷേപണ തീയതികളൊക്കെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ISROയിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അതിന്റെ ഒരു ചുവട് പിടിച്ചാണോ എന്ന് പല ചർച്ചകളും ദേശീയ മാധ്യമങ്ങൾ അടക്കം നടന്നുകൊണ്ടിരുന്നു. പക്ഷേ 12:05 വീണ്ടും ഒരു പുനർവിക്ഷേപം ഉണ്ടാകുമെന്ന് ISRO തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തകരാർ പരിഹരിച്ച ശേഷം പുതിയ വിക്ഷേപണമാണ് 12:05 ISRO വിക്ഷേപിച്ചത്. റോക്കറ്റ് സാങ്കേതിക തടസ്സം നീക്കി 12:05 വിക്ഷേപണം പൂർത്തിയായിരിക്കുന്നു. ഒരു ടാക്സി ബുക്ക് ചെയ്യുന്നത് പോലെ എളുപ്പത്തിൽ ബഹിരാകാശ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ദീർഘകാല ലക്ഷ്യമെന്നാണ് സ്കൈറൂട്ട് വ്യക്തമാക്കുന്നത്. ഉപഗ്രഹങ്ങളെ നിശ്ചിത ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനോ ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളെ സഹായിക്കാനോ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ഒരു റോക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. മിഷൻ പ്രാരംഭത്തിന്റെ ഭാഗമായി 2022 നവംബറിൽ വിക്ഷേപിച്ച സ്കൈറൂട്ടിന്റെ ആദ്യ സബ് ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-S കൈവരിച്ച വിജയത്തിന് പിന്നാലെയാണ് വിക്രം-1 വരുന്നത്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് എന്ന നിലയിൽ ബഹിരാകാശത്തെത്തി ചരിത്രം കുറിച്ച ആ ദൗത്യം കമ്പനിയുടെ അടുത്ത വലിയ ദൗത്യത്തിനുള്ള ഒരു വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്.